ഫെബ്രുവരി 25 ഞായറാഴ്ച. മാർക്കോസ് 9:2 മുതൽ 10 വരെ വാക്യങ്ങൾ. ക്രിസ്ത്യൻ ഐക്കണോഗ്രാഫിയിലോ കലയിലോ നമുക്ക് സാധാരണയായി കാണാവുന്ന ഒന്നാണ് വിശുദ്ധരുടെ തലയ്ക്ക് ചുറ്റുമുള്ള ഒരു പ്രഭാവലയം. ഹാലോ എന്ന് അതിനെ പറയുന്നു. ഒരു വ്യക്തിയുടെ തലയിലോ അല്ലെങ്കിൽ രൂപം മുഴുവനുമോ പൊതിഞ്ഞ തിളങ്ങുന്ന പ്രകാശത്തിൻ്റെ ഒരു വളയമാണിത്. ഹാലോ എന്ന വാക്കിൻ്റെ അർത്ഥം സുവർണം എന്നാണ്. വൃത്താകൃതി പൂർണ്ണതയുടെ പ്രതീകവുമാണ്. അതിനാൽ അത് വിശുദ്ധിയെ പ്രതിനിധീകരിക്കുന്നു. പ്രതിമകളിൽ ഇത് സാധാരണയായി ആ രൂപത്തിൻ്റെ തലയ്ക്ക് പിന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു സ്വർണ്ണ ഡിസ്കായി കാണാം. ദൈവം നേരിട്ട് നൽകിയ പ്രകാശത്തിൻ്റെയും കൃപയുടെയും പ്രതീകമായാണ് ഈ പ്രഭാവലയം ഉദ്ദേശിച്ചിരുന്നത്. ഇന്ന് നോമ്പുകാലത്തിൻ്റെ 2ാം വാരത്തിലേക്ക് നാം കടക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിൽ വരാനിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുകയും ഒരു ഉൾക്കാഴ്ച നൽകുകയും ചെയ്യുന്നു. കർത്താവിൽ വസിക്കുന്നവർക്ക് എന്ത് മഹത്വമാണ് കാത്തിരിക്കുന്നത് എന്ന് ഓർമ്മിപ്പിക്കാൻ ഇത് നമ്മെ സഹായിക്കുന്നു. ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും പൂർത്തീകരണമാണ് യേശു. നാം ഈസ്റ്ററിനെ സമീപിക്കുമ്പോൾ അവൻ തൻ്റെ പുതിയ ഉടമ്പടി സ്ഥാപിക്കുമ്പോൾ ഈ വാഗ്ദത്തം നിവൃത്തിയേറുന്നതായി നാം കാണും. രൂപാന്തരീകരണം അല്ലെങ്കിൽ ട്രാൻസ്ഫിഗറേഷൻ എന്ന വാക്ക് ലാറ്റിൻ വാക്കുകളായ ട്രാൻസ്, അതായത് അപ്പുറം എന്നും ഫിഗുറ എന്നത് രൂപം അല്ലെങ്കിൽ ആകൃതി എന്ന വാക്കുകളിൽ നിന്നാണ് വരുന്നത്. ഇത് രൂപത്തിലുള്ള അല്ലെങ്കിൽ ആകാരത്തിലുള്ള മാറ്റത്തെ സൂചിപ്പിക്കുന്നു. യേശു തൻ്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ രൂപാന്തരപ്പെട്ടപ്പോൾ ഭൂമിയിൽ ആർക്കും ബ്ലീച്ച് ചെയ്ത് വെളുപ്പിക്കാൻ കഴിയാത്തത്ര രീതിയിൽ അവൻ്റെ വസ്ത്രങ്ങൾ വെളുത്തതായിത്തീർന്നു എന്ന് എഴുതിയിരിക്കുന്നു. അവൻ്റെ രൂപം മാറുകയും മഹത്വമേറിയതായിത്തീരുകയും ചെയ്തു. യേശുവിൻ്റെ രൂപാന്തരീകരണം അപ്പോസ്തലന്മാരുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്താൻ സഹായിച്ചു. ഉയർന്ന മലയിലേക്കുള്ള കയറ്റം കാൽവരി മലയിലേക്കുള്ള കയറ്റത്തിനുള്ള തയ്യാറെടുപ്പായിരുന്നു. മോശയും ഏലിയാസും പഴയ നിയമത്തിലെ 2 പ്രധാന ഘടകങ്ങളെ പ്രതിനിധീകരിക്കുന്നു: ന്യായപ്രമാണവും പ്രവാചകന്മാരും. ന്യായപ്രമാണത്തിൻ്റെ ദാതാവായിരുന്നു മോശ. ഏലിയായാകട്ടെ പ്രവാചകന്മാരിൽ വെച്ച് ഏറ്റവും വലിയവനും. യേശു ജെറുസലേമിൽ നിർവഹിക്കാനിടുന്ന അവൻ്റെ വിടവാങ്ങലിനെ കുറിച്ച് സംസാരിച്ചു എന്നാണ് പറയുന്നത്. ന്യായപ്രമാണവും പ്രവാചകന്മാരും മിശിഹായിലേക്കും അവൻ്റെ കഷ്ടപ്പാടുകളിലേക്കും വിരൽ ചൂണ്ടുന്നതായി കാണാം. ദൈവത്തിൻ്റെ പ്രിയപുത്രനെ നാം നിരന്തരം ശ്രദ്ധിച്ചാൽ മാത്രമേ ഈ പരിവർത്തന പ്രക്രിയ വിജയകരവും എളുപ്പവുമാകൂ. അപ്പോസ്തലന്മാരെ പോലെ യേശു നമ്മോട് പറയുന്നത് മുഴുവനായി മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. താഴ്വരയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് പൂർണ്ണമായി മനസ്സിലാകില്ലായിരിക്കാം. പക്ഷേ മുകളിലുള്ള രൂപാന്തരീകരണത്തിൻ്റെ ആ കഥയ്ക്ക് നമുക്ക് നന്ദി പറയാം.
ജീവിതത്തിൻ്റെ ഉയർച്ച താഴ്ചകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ദിവസം ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പൂർണ്ണമായ ദർശനം നാം കാണുമെന്ന് ഈ തിരുനാൾ നമുക്ക് പ്രത്യാശ നൽകുന്നു. ആ ദിവസം നമ്മുടെ സ്വന്തം പ്രതിച്ഛായ, നമ്മുടെ സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായ നാം വീണ്ടെടുക്കും. എല്ലാവർക്കും വിശുദ്ധമായ ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.